നമ്മിൽ നിന്ന് അധിക പേരും നേരിടുന്ന ഏറ്റവും ഒരു വെല്ലുവിളിയാണ് കണ്ണേറ് എന്നുള്ള സംഭവം. കണ്ണേറ് ബാധിച്ച് വല്ലാതെ വിഷമിക്കുന്നവർ, അല്ലെങ്കിൽ അതുകൊണ്ട് വല്ലാതെ ഇടങ്ങേറായി പോകുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. ഹബീബായ പ്രവാചകർ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ഐനു ഹഖ്. കണ്ണേറെന്നുള്ളത് സത്യം, അതുള്ളതാണ്. എന്നാൽ അതിൻ്റെ പ്രതിവിധിയുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്ന ഒരു പ്രതിവിധി, കണ്ണേറ് തട്ടിയവർക്കും അതുപോലെ അത് തട്ടാതിരിക്കാനും ഒരു പ്രതിവിധി. അത് ഖുർആൻ രണ്ടായത്തുകളാണ്. ഖുർആനിലെ സൂറത്തുൽ കലമിൽ പറയുന്ന അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ അത് ചൊല്ലിയാൽ, പതിവാക്കിയാൽ കണ്ണേറ് തട്ടിയത് ബാത്തിലാകും. അതുപോലെ തന്നെ കണ്ണേറ് തട്ടാതിരിക്കാനും അതൊരു ഹേതുവായി തീരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നതാണ്. ആ സൂറത്തുൽ കലമിൽ അവസാനത്തെ 2 ആയത്ത്, വയക്കാദുല്ലദീന കഫറു ലയസ്ലികൂനക ബി അബ്സ്വാരിഹിം ലമ്മ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ എന്ന സൂറത്തുൽ കലമിലെ അവസാനത്തെ 2 ആയത്തുകൾ ഇത് പതിവാക്കിയാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മന്ത്രിക്കാം, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓതാം. അല്ലേ, നമ്മുടെ മക്കളിലേക്കും അത് തട്ടാതിരിക്കാൻ അവർക്ക് വേണ്ടി ഈ ആയത്ത്, സൂറത്തുൽ കലമിലെ ഈ അവസാനത്തെ 2 ആയത്ത് ഓതി പതിവാക്കുകയാണെങ്കിൽ കണ്ണേറ് എന്ന് പറയുന്ന ഷർറ് നമ്മെ തൊട്ട് ഒഴിഞ്ഞു പോകുമെന്നത് പണ്ഡിതന്മാർ വളരെ ശക്തമായി പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഷർറ് ഇല്ലാതിരിക്കാൻ, അതിനെ തടയിടാൻ ഈ 2 ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പതിവാക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ ആയത്ത് ഒന്ന് പതിവാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.